2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി. 7 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ജപ്പാൻ സന്ദർശനമാണിത്. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. വിനിത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പറയൂ, ഇന്ന് ഏതെല്ലാം ചർച്ചകൾ ഉണ്ടാകും, യോഗങ്ങൾ ഉണ്ടാകും? സ്മിത, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് എത്തിയിരിക്കുന്നു. ജപ്പാനിലെ ടോക്കിയോയിലെത്തിയ അദ്ദേഹത്തിന് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് ജപ്പാൻ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ തനതായ കലാരൂപങ്ങളടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് അത്തരത്തിലേക്കൊരു വലിയ ഒരു സ്വീകരണം തന്നെയാണ് ജപ്പാൻ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ജപ്പാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ഈ ബന്ധം ദൃഢമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അത്തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകും. വാണിജ്യം, ഒപ്പം സാമ്പത്തികം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അത്തരത്തിലേക്കുള്ള ചർച്ചകളും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനമെന്ന് പറയുന്നത് ഈ ട്രംപ് നടത്തുന്ന താരിഫ് യുദ്ധത്തിനിടയിലാണ് ഇത്തരം സന്ദർശനങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ഈ താരിഫ് യുദ്ധത്തിനിടയിലാണ് ജപ്പാനും ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ ചേർന്നുകൊണ്ട് മറ്റൊരു ശാക്തിക ചേരി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ ഇത്തരത്തിലേക്കുള്ള സന്ദർശനങ്ങളൊക്കെ തന്നെ നിർണായകമാകുമെന്നുള്ളത് തന്നെയാണ് വിദഗ്ധരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ എത്തിയിരിക്കുന്നത്. ജപ്പാനിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സന്ദർശനം അല്പസമയത്തിനകം തന്നെ തുടരും. അദ്ദേഹം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച സന്ദർശനം നടത്തും. ഒപ്പം തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയ്ക്കൊപ്പം അദ്ദേഹം 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും പങ്കെടുക്കുന്നുണ്ട്. ഇഷിബയുമായി ചേർന്നുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വാർഷിക ഉച്ചകോടിയാണ് ഇതെങ്കിലും അദ്ദേഹം നടത്തുന്ന 8ാമത്തെ ജപ്പാൻ സന്ദർശനമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നിലവിലെ ഈ താരിഫ് യുദ്ധത്തിനിടയിൽ ഈ കൂടിക്കാഴ്ച നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾക്കും നിർണായകമായിട്ടുള്ള ചില ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കും ഒക്കെ തന്നെ നിർണായകമായേക്കും. സ്മിത, ഇപ്പോൾ വിനീത, ഈ താരിഫ് യുദ്ധമുണ്ടല്ലോ, അമേരിക്ക പ്രഖ്യാപിച്ച അധിക തീരുവ, അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ സാരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിയുണ്ടല്ലോ. അപ്പോൾ ഈ കയറ്റുമതി പരമാവധി മറ്റു രാജ്യങ്ങളിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉൾപ്പെടെ ഇന്ത്യ തേടുന്നതായി റിപ്പോർട്ടുകളൊക്കെ വന്നതാണല്ലോ. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ചർച്ചകളും കരാറുകളും പ്രതീക്ഷിക്കാമോ? ഉറപ്പായും ഉന്മേഷ്, അങ്ങനെ തന്നെയാണ്. അതായത് ഈ 50% പിഴ തിരുവേലക്കടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് അമേരിക്ക പോകുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഏതാണ്ട് ഈ മൊത്ത സാധനങ്ങളിൽ ഏതാണ്ട് 66% സാധനങ്ങളെ ഈ അധിക തീരുവ ബാധിച്ചേക്കും. അത് ഈ സെപ്റ്റംബർ 16 ഉള്ളിൽ ഇപ്പോൾ കയറ്റുമതി ചെയ്തിരിക്കുന്ന സാധനങ്ങൾ അമേരിക്കയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ആ സാധനങ്ങൾക്കും ഈ തീരുവ ബാധിക്കും. അത് ഈ 50% തീരുവ എന്ന് നമ്മൾ പറയുമ്പോഴും നേരത്തെ തന്നെ ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്കൊക്കെ നേരത്തെ 9% തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ഈ 50, അങ്ങനെ അത് 59%ലേക്കൊക്കെ തന്നെ മാറുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഈ വിവിധ മേഖലകളിൽ അത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ടെക്സ്റ്റൈൽസ് മേഖല, ഒപ്പം തന്നെ ആഭരണ മേഖല, ഈ ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ, ഇങ്ങനെയുള്ള മേഖലകൾക്കൊക്കെ അത് വലിയ ഒരു ആഘാതം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിനൊരു പ്രതിവിധി എന്ന തരത്തിൽ സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത് ഇത്തരം സന്ദർശനങ്ങളിലൂടെ, ഇപ്പോൾ ജപ്പാൻ ചൈന സന്ദർശനങ്ങളിലൂടെ ജപ്പാനിലും ചൈനയിലും ഒക്കെ വലിയ വിപണി ഇന്ത്യക്ക് സാധ്യതയുണ്ട്. ആ മേഖലകളിൽ കൂടുതൽ കയറ്റുമതികൾ നമ്മൾ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത്തരത്തിലേക്കുള്ള കൂടുതൽ വിപണന സാധ്യതകൾ തേടുകയുമാണ് എങ്കിൽ ഇപ്പോൾ നിലവിൽ നേരിടുന്ന ഈ അമേരിക്കയുമായിട്ടുള്ള ഒരു തിരിച്ചടി അത് നമുക്ക് ആ മേഖലകളിലൂടെ അത് പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാണിജ്യ മേഖലയിൽ അടക്കമുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് ഈ വ്യാപാര തീരുവ പ്രശ്നങ്ങളിൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളുമായുള്ള വാണിജ്യ ബന്ധം അത് കൂടുതൽ ദൃഢമാക്കുന്നതിന് ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാന്റെ നിക്ഷേപങ്ങൾ, ജപ്പാൻ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് അത് ഇരട്ടിയാക്കാനുള്ള ഒരു തീരുമാനം കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലൊരു ചർച്ച കൂടെ വരുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിലും ചില തീരുമാനങ്ങൾ, ചില ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കുക, അതെല്ലാം നടക്കും എന്ന പ്രതീക്ഷയുണ്ടോ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആഗോള സമൂഹം ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനം തന്നെയാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. ഇന്നലെ വലിയ ചർച്ചാ വിഷയങ്ങളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യ അത്രത്തോളം താല്പര്യമുണ്ട്, അത്രത്തോളം ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കൂടിക്കാഴ്ച, ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഉറ്റുനോക്കുന്നത്. കാരണം നമ്മൾ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വലിയൊരു തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ശാക്തിക ചേരി, ജപ്പാൻ, ചൈന, റഷ്യ, ഇന്ത്യ എന്നിങ്ങനെ ഒരു ശാക്തിക ചേരി അടക്കം രൂപപ്പെടുന്നൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ തന്നെയാണ് ആ കൂടിക്കാഴ്ചയും സന്ദർശനത്തെയും ഒക്കെ തന്നെ വിദേശകാര്യ വിദഗ്ധരൊക്കെ തന്നെ ആ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വാണിജ്യ മേഖലയിൽ മാത്രമല്ല വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചേക്കും. സ്മിത. ശരി, വിനിത വിജയാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.